നമസ്കാരം. ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പലും എത്തും. മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. കപ്പൽ തുറമുഖത്തിൻ്റെ പുറം കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്ത് ആദ്യമായി എത്തിയ സാൻ ഫെർണാണ്ടോ മടങ്ങിയതിന് ശേഷമായിരിക്കും ഈ കപ്പലിൻ്റെ ബർത്തിങ്. ഉച്ചയ്ക്ക് 1 മണിയോടെ സാൻ ഫെർണാണ്ടോ കപ്പൽ തുറമുഖം വിടും. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആകെ 1930 കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് ഇറക്കിയത്. ഇതിൽ 607 കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും കപ്പലിൻ്റെ മടക്കം. ട്രയൽ റൺ ആയതിനാൽ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും. വ്യാഴാഴ്ചയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത്. ട്രയൽ റണ്ണിനായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തുമ്പോൾ വാനോളം പ്രതീക്ഷകളാണ് എല്ലാവർക്കും. വിഴിഞ്ഞം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വ്യാവസായിക ഗതി മാറ്റിമറിക്കുമെന്നാണ് സൂചനകൾ. ഇന്ത്യയിലേക്ക് കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതമേറെയും സിംഗപ്പൂരും കൊളംബോയും വഴിയാണ്. കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന് ഫീഡർ കപ്പലിലൂടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് വഴിയുള്ള സമയനഷ്ടവും ധനനഷ്ടവും ഇനി ഉണ്ടാകില്ല. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ നേരിട്ട് എത്തും. വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്ക് പോകും. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് അടുത്ത് ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമായി മാറും. ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും ആരംഭിക്കും. അദാനി ഗ്രൂപ്പ് പൂർണ്ണമായി പണം മുടക്കുന്ന രണ്ടാം ഘട്ടം 2028 അവസാനിക്കും. 4 വർഷം കൊണ്ട് 9600 കോടിയുടെ നിക്ഷേപമാണ് കേരള തീരത്തേക്ക് വരുന്നത്. പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റി ഇപ്പോഴും ഒരു പ്രതിസന്ധിയാണ്. സ്ഥലമേറ്റെടുക്കൽ വലിയ കടമ്പയാണ്. തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളൊന്നും ആയിട്ടില്ല. കമ്മീഷൻ ചെയ്ത് 15ാം വർഷം മുതൽ ലാഭം എന്നാണ് കണക്കുകൾ. വളരെ വൈകിയെങ്കിലും ഒടുവിൽ കപ്പലെത്തുമ്പോൾ ബാക്കി പ്രതിസന്ധികളും മറികടന്നുള്ള കുതിപ്പിനാണ് കാത്തിരിപ്പ്. വിഴിഞ്ഞം തീരദേശ ജനതയുടെ സ്വപ്നം കെടുത്തിയ പദ്ധതിയെന്ന് ലത്തീൻ സഭാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു. ന്യായമായ ആവശ്യങ്ങളെ അവഗണിച്ച് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ നിൽക്കുന്നത് എന്നും വിഴിഞ്ഞം കേസുകൾ അവസാനിപ്പിക്കാൻ ധാരണയായിരുന്നു എങ്കിലും നടപടിയുണ്ടായിട്ടില്ല എന്നും വർഗീസ് ചക്കാലക്കൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തീരദേശ പാതയുടെ പ്ലാനും പദ്ധതിയും എന്താണെന്നറിയില്ല. സഭയ്ക്ക് ഇതിൽ ആശങ്കയുണ്ട്. JB കോശി റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണം. റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. തീരദേശ മേഖലയിൽ എല്ലായിടത്തും കടൽ ഭിത്തി നിർമ്മിക്കണം. മുതലപ്പുഴയിൽ കാര്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്നും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. അതേസമയം കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഇന്ത്യൻ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം മേഖലകളിൽ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. കപ്പൽ, കണ്ടെയ്നർ, ലോജിസ്റ്റിക്സ് കമ്പനികൾ എത്തും. തുറമുഖ പരിസരം മുതൽ കന്യാകുമാരി വരെ യാർഡുകളുമായി കമ്പനികൾ സ്ഥലമേറ്റെടുത്ത് തുടങ്ങി. ആദ്യ വർഷം 15 ലക്ഷവും 2028 തുറമുഖം പൂർത്തിയാവുമ്പോൾ 30 ലക്ഷവും കണ്ടെയ്നർ ബിസിനസ്സാണ് ലക്ഷ്യം. 1.5 ലക്ഷത്തിലേറെ പേർക്ക് പ്രത്യക്ഷ പരോക്ഷ തൊഴിലും ഉണ്ടാവും. പരമാവധി 1500 സഞ്ചാരികളും 500 ജീവനക്കാരുമുള്ള ടൂറിസ്റ്റ് കപ്പലുകളാണ് കൊച്ചിയിൽ എത്തുന്നത്. എന്നാൽ 4000-ലേറെ സഞ്ചാരികളെയും 2000-ഓളം ജീവനക്കാരെയും വഹിക്കുന്ന വമ്പൻ ക്രൂയിസ് കപ്പലുകൾക്ക് വരെ വിഴിഞ്ഞത്ത് എത്താം. ഇത് ടൂറിസത്തിനും സമ്പദ്ഘടനയ്ക്കും വൻ ഉണർവേകും. വൻ റിസോർട്ടുകളും നക്ഷത്ര ഹോട്ടലുകളും പാർപ്പിട സമുച്ചയങ്ങളും തലസ്ഥാന ജില്ലയിൽ കൂടുതൽ വരും. ദുബായ്, ഗോവ, കൊളംബോ, തായ്ലൻഡ്, സിംഗപ്പൂർ ടൂറിസം സർക്യൂട്ടിലെ പ്രമുഖ സ്ഥാനമാണ് വിഴിഞ്ഞത്തിന് ലഭിക്കുക. ക്രൂയിസുകളിൽ എത്തുന്നവർക്ക് ദേശീയ ജലപാതയിലൂടെ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിൽ എത്താനുള്ള സൗകര്യം ഒരുക്കിയാൽ നേട്ടം ഇരട്ടിയാകും. കപ്പൽ ജീവനക്കാരുടെ ഡ്യൂട്ടി മാറ്റമായി ക്രൂ ചേഞ്ചിന് കപ്പലുകൾ തുരുതുര എത്തും. 2020-22 736 മദർഷിപ്പുകളും ടാങ്കറുകളും ക്രൂ ചേഞ്ചിന് എത്തിയപ്പോൾ സർക്കാരിന് കിട്ടിയത് 10 കോടിയിലേറെ രൂപയാണ്. ഒരു മദർഷിപ്പ് വന്നു പോകുമ്പോൾ 1 കോടിയുടെ വരുമാനം തുറമുഖത്തിന് ഉണ്ടാകും. ഒരേ സമയം 6 കപ്പലുകൾ അടുപ്പിക്കാം. കേരള ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിൽ എത്തിക്കാം. അസംസ്കൃത വസ്തുക്കൾ എളുപ്പത്തിൽ എത്തിക്കുന്നതോടെ വ്യവസായങ്ങൾക്ക് സാധ്യത ഏറെയാണ്. പ്രത്യേക സാമ്പത്തിക വ്യാവസായിക മേഖലകൾ സ്ഥാപിതമാകും. സ്വകാര്യ സംരംഭങ്ങൾ വൻതോതിൽ ഉണ്ടാവും. കശുവണ്ടി, പ്ലൈവുഡ്, ഓട്, ചെരുപ്പ്, തുണിത്തരങ്ങൾ, മത്സ്യ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് വലിയ നേട്ടമുണ്ടാകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകത്തെവിടേക്കും കയറ്റുമതി ചെയ്യാം. ചരക്ക് കടത്ത് സേവനങ്ങൾ വഴി സർക്കാരിന് നല്ല നികുതി വരുമാനവും കിട്ടും. കാറ്റ്, തിരമാല, ഹൈഡ്രജൻ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയുള്ള പുനരുപയോഗ ഊർജ്ജ പാർക്കുകൾ വരും. സീഫുഡ് പാർക്കുകൾ മത്സ്യമേഖലയ്ക്ക് കരുത്താകും. വിഴിഞ്ഞം, മംഗലാപുരം തീരദേശ കപ്പൽ ഗതാഗതവും കന്യാകുമാരി, കാസർഗോഡ് യാത്രാക്കപ്പൽ സർവീസും വരാനുള്ള സാധ്യതയുമുണ്ട്. വിഴിഞ്ഞം, ശ്രീലങ്ക യാത്രാ സർവീസിനും സാധ്യതയുണ്ട്.